ഭിന്നതയുണ്ടോ എന്ന ചോദ്യത്തിന് ഞാനിങ്ങോട്ട് വന്നതിന് ശേഷം എന്തെങ്കിലും നടന്നോ എന്ന് എനിക്കറിയില്ല എന്നാണ് ടി പി പറയുന്നത്. എന്നാലും അതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് നമ്മൾ ഇനി വരുന്നത്. ഗവർണറുമായുള്ള സമവായത്തിൽ LDF-ൽ ഭിന്നത രൂക്ഷമാകുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. കടുത്ത അതൃപ്തിയുമായി CPI രംഗത്തുണ്ടെന്നതാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. തീരുമാനം ഗവർണർക്ക് വഴങ്ങി എന്ന പ്രതീതി ഉണ്ടാക്കിയെന്നാണ് CPI-യുടെ വിലയിരുത്തൽ. എന്നാൽ പരസ്യ പ്രതികരണം നടത്തേണ്ട എന്നാണ് CPI ധാരണ. തിരുവനന്തപുരത്ത് നിന്ന് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, LDF കൺവീനർ ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത് യാതൊരു തരത്തിലുള്ള ഭിന്നതയുമില്ല. ഈ സമവായം, ഗവർണറുമായി സമവായം ഉണ്ടാക്കിയത് അതൊരു ഭരണപരമായ തീരുമാനമായിരുന്നു. അടിയന്തര സ്വഭാവത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. അക്കാര്യത്തിൽ ഒരു ഭിന്നതയും ഇല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. CPIക്ക് കടുത്ത അതിർത്തിയുണ്ട് എന്ന് തന്നെയല്ലേ സൂചന? സൈഫുദ്ദീൻ ജിൽസി, ഇക്കാര്യത്തിൽ ഒരു പ്രധാന പ്രശ്നം, അതായത് ഈ സർക്കാരൊക്കെ ചൂണ്ടിക്കാട്ടുന്നത് ഈ സുപ്രീം കോടതി നേരിട്ടൊരു നിയമനം നടത്തുന്ന സാഹചര്യം ഒഴിവാക്കുക, അത് തുടർന്നുള്ള വൈസ് ചാൻസലർ നിയമനങ്ങളിലൊക്കെ ഒഴിവാക്കുക എന്നുള്ളതൊക്കെയാണ് സർക്കാർ ന്യായീകരണമായി പറയുന്നതെങ്കിലും പക്ഷേ CPIക്ക് അക്കാര്യത്തിൽ എതിർപ്പുണ്ട് എന്നുള്ളത് തന്നെയാണ് വ്യക്തമാകുന്നത്. കാരണം ഒരു വലിയ തരത്തിലുള്ള നയപരമായ പ്രശ്നമാണ്. അതായത് RSS അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി കെട്ടി ഇറക്കിയ ആളാണ് ഗവർണർ എന്നൊക്കെ പറയുമ്പോഴും ആ നിലപാട് ആവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പല വിഷയങ്ങളിലും അതേ നിലപാടാണ് CPIയും CPM ഒക്കെ സ്വീകരിച്ചത്. പക്ഷേ VC നിയമനവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയൊരു പ്രശ്നമൊക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ ഇങ്ങനെ ഗവർണർക്ക് ഒരു വഴങ്ങൽ അത് CPI ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. കാരണം സുപ്രീം കോടതി ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കാൻ പോവുകയാണ്. ഇന്നാണ് തീരുമാനമെടുക്കേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഗവർണറുമായി ഒരു അനുനയന ചർച്ചയിലേക്ക് മുഖ്യമന്ത്രി നേരിട്ട് പോവുകയും ഒരു ധാരണയിലേക്ക് എത്തുകയും സർക്കാരിനുമായി നേരിട്ട് ഏറ്റുമുട്ടലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയും ഒപ്പം തന്നെ SFI ASF ഉൾപ്പെടെയുള്ളവർ വലിയ പ്രതിഷേധം നടത്തിയ ആളാണ് സിസ തോമസ് എന്ന് പറയുന്നത്. അത് ടെക്നിക്കൽ സർവകലാശാലയിലും ഒക്കെ കണ്ടതാണ്. വലിയ പോരാട്ടം SFIയുടെയും ASFന്റെയും ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. അങ്ങനെ നയപരമായി തന്നെ എതിർക്കുന്ന ഒരാളെ അംഗീകരിച്ചുകൊണ്ടുള്ള സമവായത്തിലേക്കാണ് പോയത്. ഇതിലാണ് ഒരു പ്രധാന എതിർപ്പ്. അതിന് തൊട്ട് പിന്നാലെയാണ് കേരള സർവകലാശാല രജിസ്ട്രാറായിട്ടുള്ള KS അനിൽകുമാറിനെ മാറ്റിക്കൊണ്ടുള്ള ഉത്തരവ് സർക്കാർ ഇറക്കുന്നത്. അത് പൊടുന്നതിനുള്ള ഒരു ഉത്തരവായിരുന്നു. ഇത് CPI ഒന്നും അറിഞ്ഞിട്ടുള്ള കാര്യമല്ല. അതൊരു വലിയ പ്രശ്നമാണ്. ഈ VC നിയമനത്തിൽ ഏതെങ്കിലും തരത്തിൽ ന്യായീകരണം പറയാൻ കാരണങ്ങൾ ഉണ്ടെങ്കിലും പക്ഷേ ഈ രജിസ്ട്രാറുടെ കേസിൽ വരുമ്പോൾ അതൊരു നയപരമായ ഒരു ഇടതുപക്ഷ നയത്തിന്റെ കൂടി വലിയ പ്രശ്നമാണ്. കാരണം ഭാരതാംബ ചിത്രം സർവകലാശാലയ്ക്ക് അകത്ത് വെക്കുകയും ആ പരിപാടിയിൽ ഗവർണർ എത്തുകയും ആ പരിപാടി റദ്ദാക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് രജിസ്ട്രാർ KS അനിൽകുമാർ കേരള സർവകലാശാല രജിസ്ട്രാർ സ്ഥാനത്ത് നിന്ന് പുറത്താകുന്നത്, മാറ്റി നിർത്തപ്പെടുന്നത്. അതിനുശേഷം വലിയ നിയമപോരാട്ടം, പ്രതിഷേധങ്ങൾ, വലിയ സമരങ്ങൾ, സർവകലാശാലയുടെ പ്രവർത്തനം ഉൾപ്പെടെ താളം തെറ്റുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ എത്തുന്ന സാഹചര്യമൊക്കെ ഉണ്ടായി. അങ്ങനെ ആ ഘട്ടത്തിലെല്ലാം CPMന്റെ സംസ്ഥാന സെക്രട്ടറി പോലും നേരിട്ട് സമരരംഗത്തേക്ക് ഇറങ്ങി എത്തിയതാണ്. SFI സമരത്തിനിടയിൽ MV ഗോവിന്ദൻ തന്നെ നേരിട്ട് സമരത്തിനെത്തി അതിന് പിന്തുണ പ്രഖ്യാപിച്ചു. മോഹനൻ കുന്നുമ്മലിനെതിരെ വലിയ തരത്തിലുള്ള പ്രസംഗം നടത്തി. അങ്ങനെയൊക്കെ നടത്തിയ സാഹചര്യമുണ്ട്. അതിനിടയിലാണ് ഈ ഗവർണറുമായ ഒരു സമവായത്തിന്റെ ഭാഗമായി KS അനിൽകുമാറിനെ മാറ്റുന്നത്. ആ മാറ്റം അത് എന്തിനു വേണ്ടിയാണ്? ഇത്രയും കാലം, അതായത് മാസങ്ങളോളം നീണ്ട നിയമ പോരാട്ടവും രാഷ്ട്രീയ പോരാട്ടവും ഒക്കെ നടത്തി പൊടുന്നനെ ഗവർണറുമായി ചർച്ച നടത്തിയതിന് തൊട്ട് പിന്നാലെ എന്തിന് രജിസ്ട്രാറെ മാറ്റി എന്ന കാര്യത്തിൽ ഉൾപ്പെടെയുള്ള അതൃപ്തിയാണ് നിലവിൽ CPIക്കുള്ളത്. നേരത്തെ PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട അതേ വിഷയം തന്നെയാണ് ഈ കേസിലും നിലനിൽക്കുന്നത്. ഈ രണ്ട് വിഷയങ്ങളിലും നിലനിൽക്കുന്നത് എന്നതാണ് CPIയുടെ അഭിപ്രായം. കാരണം ഇതൊരു നയപരമായ പ്രശ്നമാണ്. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന RSS അജണ്ടയ്ക്ക് വഴങ്ങിക്കൊടുക്കുന്നത് പോലുള്ള അത്തരമൊരു പ്രതീതി ഉണ്ടാക്കുന്ന നിലയിലുള്ള നയപരമായ പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കൂടുതൽ ചർച്ചയും കൂടിയാലോചനയും ഒക്കെ നടത്തിയ ശേഷം വേണം തീരുമാനമെടുക്കാൻ എന്നുള്ള നയം തന്നെയാണ് നിലവിലിപ്പോൾ CPI സ്വീകരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ തിരിച്ചടി ഉൾപ്പെടെ നിലനിൽക്കുന്നു. ഒപ്പം തന്നെ LDF ചേരാനിരിക്കുന്നു. ആ ഘട്ടത്തിൽ ചർച്ചയുണ്ടാകുന്നില്ല, ഘടകകക്ഷികളെ പരിഗണിക്കുന്നില്ല എന്നതാണ് CPIയുടെ അതിർത്തി. അത് നേരത്തെയുമുണ്ട് PM-ശ്രീയുടെ കാര്യത്തിൽ.